ഇന്ന് നമുക്ക് പുറത്തിറങ്ങാം ഷോപ്പിങ്ങിന്. ലിസ്റ്റ് ചെറുതാണെങ്കിലും വലിയൊരു ഷോപ്പിംഗ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലേക്കാണ് യാത്ര. വേറൊന്നും മേടിക്കാനല്ല, ക്രിസ്മസിൻ്റെ ഡെക്കോർസ് മേടിക്കാൻ. ഇത് ഷാർജയിലെ ഒരു കടയാണ്. എല്ലാം ക്രിസ്മസ് ഡെക്കോർസ് തന്നെ. ചുറ്റും ലൈറ്റ്സ്, ട്രീസ്, ചെറിയ ചെറിയ ഡെക്കോർസ് ഐറ്റംസ് എല്ലാം കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഞാൻ ആ കടയിൽ കയറിയപ്പോൾ തന്നെ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഓരോന്ന് കാണുമ്പോഴും ഇത് വേണം അത് വേണം എന്നൊരു ഫീലിംഗ്. ഈ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ എൻ്റെ ലിസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഒരു ട്രീ മേടിച്ചു, കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ മേടിച്ചു, കുറച്ച് ക്യൂട്ട് ഡെക്കോർസ് ഒക്കെ മേടിച്ചു. ഇനി വീട്ടിൽ വന്നാൽ ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കോർ ചെയ്യണം, നല്ലതായിട്ട് സെറ്റ് ചെയ്യണം. അന്ന് ചിന്തിച്ചപ്പോൾ തന്നെ മൂഡ് ഫുൾ എനർജിയായി. ഈ ഒരു ഏരിയ ആണല്ലോ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അവിടെ ക്രിസ്മസ് പപ്പായും പിന്നെ കുറേ ട്രീസൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുറേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രീസ് ഒന്നും വാങ്ങിച്ചില്ല. ഒരു അക്വേറിയം ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നുണ്ടല്ലോ, അത് കഴിയുമ്പോൾ അതിന് മുന്നോട്ടൊരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എൻട്രിയാണിത്. ഒരുപാട് ഷോപ്സും സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ഹലുവയുടെയും മിഠായിയുടെയും മിക്സ്ചർ, മുറുക്ക്, അങ്ങനത്തെ പലഹാരങ്ങളുടെ ഒരു സ്റ്റോളായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ ഒരു ചായ പീടികയും ഉണ്ടായിരുന്നു. ചായയും കടിയും ഒരുപാട് തരത്തിലെ കടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്റ്റോള് അച്ചാറിൻ്റെയും ഉപ്പിലിട്ട സാധനങ്ങളുടെയും ഒക്കെ ആയിരുന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഭരണി, ചട്ടി, കലം, ചിരട്ടത്തവി അതിൻ്റെയൊക്കെ ഒരു കടയുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു അരകല്ലും വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ കളിപ്പാട്ടക്കട. ഈ കടയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതേ കരിവള വരെ ഉണ്ടായിരുന്നു. ചാന്ത്, പൊട്ട്, ക്യൂടെക്സ്, പിന്നെ ഇതേപോലത്തെ നല്ല കളിപ്പാട്ടങ്ങൾ, പണ്ടൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഒരു ഉള്ളിവടയും ഒരു വെജ് സമൂസയും മേടിച്ച് കഴിച്ചു. അങ്ങനെ ഒരു കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന കടയിലേക്ക് ഞങ്ങൾ കയറി. അത് കുലുക്കി ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന്. അവിടെ നിന്ന് ഞങ്ങൾ ആ പ്രോസസ്സ് ഫുള്ള് കണ്ടു. ഷേക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് തന്നപ്പോൾ നല്ല കൂൾ ഫീലിംഗ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി. ഞങ്ങൾ എൻജോയ് ചെയ്തത് കുടിച്ചു. അങ്ങനെ കുലുക്കി സർബത്തൊക്കെ കുടിച്ച് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു ആയുർവേദ കട. അവിടെ അരിഷ്ടവും ലേഹ്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും മേടിച്ചില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതായിരുന്നു. ഒരു ആർട്ടിഫിഷ്യൽ മരം, അതിൻ്റെ താഴെ ഇരുന്നാണ് ഞങ്ങൾ കടിയൊക്കെ കഴിച്ചത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വന്ന പാടെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷൊക്കെ ആയി ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കയറി. ആദ്യം ജർമ്മനിയിൽ 16-ാം നൂറ്റാണ്ടിൽ ഈ ട്രീസ് കസ്റ്റമായി ആചാരമായി തുടങ്ങിയത്. പിന്നീട് പല രാജ്യങ്ങളും ഇതൊരു വലിയ ട്രെൻഡായി മാറി. ട്രീസ് വെക്കുമ്പോൾ ഓരോ ഐറ്റംസ് ചേർക്കുന്നത് ഒരു ഫൺ ആക്ടിവിറ്റി തന്നെയാണ്. ലൈക്ക് ലൈറ്റ്സ്, പിന്നെ നമ്മുടെ ബോബിൾസ്, ഗാർലൻഡ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വെക്കുമ്പോൾ നമ്മുടെ മൂഡിലൊരു മാജിക് തന്നെ കൂടും. ഇത് നമുക്കൊരു ക്രിസ്മസ് മൂഡ് തന്നെ തരും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡിന്നർ മറക്കരുതല്ലോ. അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈയും പ്രോൺസ് വഴറ്റിയതും ചപ്പാത്തിയും ഉണ്ടാക്കി.